ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടാരൂർ ബ്ലൂ സ്പ്രിങ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഹൈക്ക് ചെയ്ത് നമുക്ക് നടന്ന് കാണേണ്ട ഒരു ലൊക്കേഷനാണ്. ഈ ബ്ലൂ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് നല്ല തെളിനീര് വെള്ളം, നല്ല പ്യുവർ വാട്ടർ. ഈ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള വെള്ളം, നല്ല ഒരു അഴുക്കോ ഒരു പ്രശ്നങ്ങളില്ലാത്ത വെള്ളം. നമ്മുടെ ഇവിടെ ന്യൂസിലാൻഡിൽ കൂടുതലായിട്ടും ബോട്ടിൽ ചെയ്യുന്ന വെള്ളം ഇവിടെ നിന്നാണെന്നാണ് പറയണത്. അതായത് ബ്ലൂ സ്പ്രിങ്ങിൽ നിന്നാണ് ന്യൂസിലാൻഡിൻ്റെ മൊത്തം ഒരു 70% ബോട്ടിലിംഗ് വാട്ടർ യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ ഒരു റിവർ മാത്രമല്ല, ഇതുപോലെ ബ്ലൂ സ്പ്രിങ്ങുകൾ വേറെ ഉണ്ട്. അതിൽ നിന്നാണ് ഒരു 70% ബോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയ്ക്കും പ്യുവർ വാട്ടറാണ്. പിന്നെ അത് ട്രീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുക. ചുമ്മാ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ജഗ്ഗിൽ പകർത്തി കൊണ്ടേ കുപ്പിയിൽ നിറയ്ക്കുന്ന പരിപാടിയൊന്നുമല്ല. അത് ട്രീറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം നിൽക്കുന്നത് ഇത് പിന്നെ അത് വേറെ കാര്യമുണ്ട്. ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ഒന്നുമല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഇടയിൽ കൂടെ അവരൊരു വാക്കിംഗ് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കൊന്ന്, ആ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സിനൊന്നും അതൊന്നും പ്രോബ്ലം ഇല്ല. അവർക്കത് ഒരു സഹകരണമുള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു അഗ്രിമെൻ്റ് പോലത്തേക്ക് കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ നടുക്ക് കൂടെ ഒരു വാക്കിംഗ് വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിൽ കൂടെ നടന്ന് സ്ഥലങ്ങളൊക്കെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഈ ബ്ലൂ സ്പ്രിങ് വാട്ടർ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അത്രയും ക്ലിയർ അല്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല ഒരുപാട് ചെടികളുണ്ട്, ഈ ശുദ്ധജലത്തിലൊക്കെ വളരുന്ന നല്ല ഭംഗിയുള്ള ചെടികൾ. പിന്നെ അതുപോലെ തന്നെയുള്ള നമ്മുടെ മീനുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നീന്താനോ അല്ലെങ്കിൽ ഇറങ്ങി തുള്ളി മതിക്കാനോ ഒന്നും ഗവൺമെൻറ് അലോ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. കാരണം ഈ വക സാധനങ്ങളുടെ വളർച്ചേനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ നീന്താനോ അല്ലെങ്കിൽ ഫിഷിങ്ങിനോ അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയും ഇവരോട് അനുവദിക്കില്ല ഈ ബ്ലൂ സ്പ്രിങ്ങിൽ. അതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വൈബ് നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ടാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം വളരെ കെയർഫുള്ളായിട്ടാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഈ വെള്ളത്തിനൊക്കെ ഉണ്ടല്ലോ നല്ല തണുപ്പാണ്, 11 ഡിഗ്രിയാണ് ഇതിൻ്റെ തണുപ്പ് പറയണത്. അപ്പോൾ അത്രയ്ക്കും ചിൽഡ് വാട്ടറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ, നല്ല ട്രാൻസ്പെറൻ്റ് അല്ലേ ഈ വെള്ളം കാണുന്നത്, അത്രയ്ക്കും ഭംഗി. പിന്നെ ചുറ്റും ഇങ്ങനെ നല്ല പച്ചപ്പും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയെന്ന് തോന്നും, ഭയങ്കര ബ്യൂട്ടിഫുൾ ഇത് ഇവിടെ നിൽക്കാനായിട്ട് കാണാനായിട്ട്. പിന്നെ ഇതിങ്ങനെ 5 കിലോമീറ്റർ നടക്കാനുണ്ടല്ലോ, മൊത്തം ഇത് മാത്രമല്ല കാണാനുള്ളത്. നമുക്കിങ്ങനെ നടക്കുമ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. അപ്പുറത്ത് നിറയെ മരങ്ങളും, പിന്നെ ഒരു സൈഡിൽ ഈ നമ്മൾ കാണുന്ന വലിയ റിവർ ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് ചെറുതായി മാറി ചെറിയൊരു അരുവി പോലെ ആയിട്ടാണ് പിന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാടിൻ്റെ ഇടയിൽ കൂടെ വെള്ളച്ചാട്ടം വരുന്ന പോലെ കള സൗണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാനും ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നല്ല ചില്ല് ചെയ്തിങ്ങനെ നടക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടാരൂർ ബ്ലൂ സ്പ്രിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാളികൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവർ ഈ പരിസരത്ത് വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ റോട്ടോറുവയ്ക്കും ഹാമിൽട്ടൻ്റെ ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, അതായത് നോർത്ത് ഐലൻഡിൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം മറന്നു പോകണ്ട, പുട്ടാരൂർ ബ്ലൂ സ്പ്രിങ് റിവർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.